അംഗവൈകല്യമുള്ളവർക്ക് പരസഹായമില്ലാതെ നിയന്ത്രിക്കാൻ കഴിയുന്ന വീൽചെയറിന് രൂപം നൽകിയിരിക്കുകയാണ് ഒരു സംഘം കോളേജ് വിദ്യാർത്ഥികൾ. തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥികളാണ് ഈ ഉപകരണം നിർമ്മിച്ചിരിക്കുന്നത്. ഗ്യാസ് സിലിണ്ടറിൽ ചോർച്ചയുണ്ടായാൽ മുന്നറിയിപ്പ് നൽകുന്ന ഉപകരണവും ഇതേ കോളേജിലെ തന്നെ മറ്റൊരു സംഘം വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്തിരുന്നു. തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം വിദ്യാർത്ഥികളാണ് പലതരത്തിൽ നിയന്ത്രിക്കാവുന്ന വീൽചെയർ നിർമ്മിച്ചിരിക്കുന്നത്. വീൽചെയറിൽ ഇരിക്കുന്ന ആൾക്ക് 4 തരത്തിൽ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയും. ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടതെന്ന് വീൽചെയറിൽ ഘടിപ്പിച്ചിരിക്കുന്ന യന്ത്രത്തോട് പറയാം. ശബ്ദത്തിലൂടെ നിയന്ത്രിക്കാൻ കഴിയാത്തവർക്ക് പോകേണ്ട ദിശയിലേക്ക് തല ചലിപ്പിച്ചാലും മതി. ഇതിനും കഴിയാത്തവർക്ക് ജോയ്സ്റ്റിക് രീതിയിൽ കൈകൊണ്ട് വീൽചെയർ ചലിപ്പിക്കാം. കൂടാതെ യന്ത്രത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ടച്ച് പാഡ് വഴിയും വീൽചെയറിനെ നിയന്ത്രിക്കാൻ സാധിക്കും. സാമൂഹിക സേവനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഉപകരണം നിർമ്മിച്ചിരിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഞങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അതൊരു മോഡൽ പോലെ ആവുള്ളൂ. അത് ശരിക്കും കമ്പനിയാണ് ഫിനിഷ് ചെയ്ത് എക്സാക്ട്ലി കോമ്പാക്റ്റ് ആക്കി ഒരു യൂസറിന് പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആക്കാൻ കമ്പനി സഹായിച്ചാലേ പറ്റൂ. തേർഡ് കാരണം ഫിനാൻഷ്യലി ഒരു ടെൻഷനും ഇല്ലായിരുന്നു. കാശുണ്ട് എന്നുള്ളൊരു ധൈര്യമായിട്ട് പ്രോജക്റ്റ് മുന്നോട്ട് പോയി. രഹസ്യ കോഡ് നൽകി ഉപയോഗിക്കാവുന്ന ഉപകരണത്തിന് 32,000 രൂപയാണ് ചിലവ്. സർക്കാരിന് കീഴിലുള്ള സെന്റർ ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് ഡെവലപ്മെന്റ് ആണ് വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള ധനസഹായം നൽകിയിരിക്കുന്നത്. കോളേജിലെ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവി പ്രൊഫസർ AK അംബിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് വിദ്യാർത്ഥികൾ ഈ വീൽ ചെയറിന് രൂപം കൊടുത്തത്. 4 വ്യത്യസ്തമായ രീതിയിൽ ഇപ്പൊ ചിലപ്പോൾ എല്ലാവർക്കും വിരലുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ, കൈവിരലുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് തല കൊണ്ട് മാത്രം കൺട്രോൾ ചെയ്യാം. അതായത് സംസാരിച്ചാൽ, അതായത് കമാൻഡ്സ്, വോയിസ് കമാൻഡ്സ് വെച്ചും കൺട്രോൾ ചെയ്യാം.